ഹായ് ഓൾ. ഞാൻ ഈ ആഴ്ച നിഫ്റ്റിയിൽ എടുത്തിട്ടുള്ള എൻ്റെ ട്രേഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ് ഈ ഒരു വീഡിയോയിലൂടെ. ഞാനൊരു ഓപ്ഷൻ സെല്ലറാണ്. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജീസിലായിരിക്കും പലപ്പോഴും ഞാൻ എൻ്റർ ചെയ്യുന്നത്. സോ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജിയാണ് ഷോർട്ട് സ്ട്രാങ്കിൾ എന്ന് പറയും. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാ ഇവിടെയാണ്. മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാ ഇവിടെയാണ്. അതായത് ഇപ്പോഴത്തെ ടൈം പറയുകയാണെന്നുണ്ടെങ്കിൽ 6 6 അതായത് എക്സ്പയറി കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ചൊവ്വാഴ്ചത്തെ എക്സ്പയറി കഴിഞ്ഞിട്ട് നേരെ ബുധനാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. സാധാരണ ചൊവ്വാഴ്ച ഈവനിങ് തന്നെയാണ് ഞാൻ ട്രേഡിൽ എൻ്റർ ചെയ്യാറുള്ളത്. സോ ഈ ചൊവ്വാഴ്ച ഈവനിങ് എൻ്റർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാനിപ്പോൾ ബുധനാഴ്ച രാവിലെ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യണം. അപ്പോൾ ഇനി നമ്മുടെ മുന്നിലുള്ളത് വെനസ്ഡേ, ദെൻ അതിനുശേഷം തേഴ്സ്ഡേ, ദെൻ ഫ്രൈഡേ. ഫ്രൈഡേ കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസത്തെ വീക്കെൻഡും കഴിഞ്ഞിട്ട് മൺഡേ, തേഴ്സ്ഡേ, ഇങ്ങനെ ഇത്രയും ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓരോ ദിവസത്തിനെയും സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി എക്സ്പയറിയിലേക്ക് നമുക്കുള്ളത് വെറും 5 ദിവസത്തെ ട്രേഡിംഗ് ഡേ ആണ്. ഈ 5 ദിവസം കൊണ്ട് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ആക്കുന്ന ഒരു സ്ട്രാറ്റജിയിലേക്കാണ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. സോ എക്സ്പയറി ബേസ്ഡ് ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജിയിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. സോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് എക്സ്പയറി വരെ പൊസിഷൻ ഹോൾഡ് ചെയ്യുക, ദെൻ അങ്ങനെ ട്രേഡ് ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് എക്സ്പയറിയുടെ അന്ന് എടുത്തിട്ട് ട്രേഡിന് എക്സിറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സ്ട്രാങ്കിൾ ആണ്. നമുക്കറിയാം ഷോർട്ട് സ്ട്രാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല, ഔട്ട് ഓഫ് ദ മണിയിലുള്ള ഒരു കോൾ ഓപ്ഷൻ നമ്മൾ സെല് ചെയ്യുന്നു, ഔട്ട് ഓഫ് ദ മണിയിലുള്ള ഒരു പുട്ട് ഓപ്ഷൻ നമ്മൾ സെല് ചെയ്യുന്നു. അപ്പോൾ കോളും പുട്ടും അറ്റ് എ ടൈം ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാൻ പോകാം. അപ്പോൾ ഇങ്ങനെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഞാൻ സെല്ല് ചെയ്യുന്ന സമയത്തുള്ള പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോള് സെല് ചെയ്തത് 25,000 കോൾ ഓപ്ഷനാണ്. അവിടെ എനിക്ക് 10 രൂപ പ്രീമിയം കളക്ട് ചെയ്യാൻ പറ്റി. പുട്ട് സെല് ചെയ്തത് 23,200 പുട്ട് ഓപ്ഷനാണ്. സോ അവിടെയും എനിക്കൊരു 10 രൂപ പ്രീമിയം കളക്ട് ചെയ്യാൻ പറ്റി. സോ അങ്ങനെ ടോട്ടൽ 20 പോയിന്റിന് വേണ്ടിയിട്ടാണ് ഈ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ടോട്ടൽ 20 പോയിന്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഷോർട്ട് സ്ട്രാങ്കിൾ പൊസിഷനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എക്സ്പയറി വരെ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെല്ല് ചെയ്തിട്ടുള്ള കോളിൻ്റെയും പുട്ടിൻ്റെയും ഇടയിലായിട്ട് മാർക്കറ്റ് എക്സ്പയർ ആവുകയാണെങ്കിൽ, ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് എവിടെ എക്സ്പയർ ആവുകയാണെങ്കിലും നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എടുത്തിട്ട് ട്രേഡിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ എക്സ്പയർ ആകും എന്ന് വിചാരിച്ചിട്ട് മാർക്കറ്റ് ഇപ്പോൾ സഡൻ ആയിട്ട് താഴേക്ക് വരികയാണെങ്കിൽ ഹോൾഡ് ചെയ്തിരിക്കാൻ പറ്റില്ല. നമ്മൾ സെല്ല് ചെയ്തിട്ടുള്ള 10 രൂപയുടെ പ്രീമിയം എത്രയോ ആയേക്കാം. അപ്പൊ അങ്ങനെ ഒരു ഹൈ ലോസിലേക്ക് നമ്മൾ വിടുന്നില്ല. നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്ന ഒരു റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപക്ക് സെല്ല് ചെയ്ത 2 പ്രീമിയം എപ്പോഴാണോ 20 റുപ്പീസ് ആവുന്നത് അപ്പോൾ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. അപ്പോൾ മാർക്കറ്റ് ഇനി അഥവാ താഴേക്ക് വരികയാണ്, താഴേക്ക് വന്നിട്ട് പുട്ട് ഓപ്ഷന്റെ പ്രീമിയം ഒരു 20 പോയിന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. ഇവിടെ 10 രൂപയുടെ ലോസ് അക്സെപ്റ്റ് ചെയ്യും. കോൾ സൈഡിൽ നിന്ന് അപ്പോൾ ഒരു 10 രൂപയുടെ പ്രോഫിറ്റ് കിട്ടും. അങ്ങനെ ഒരു ട്രേഡ് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് മാക്സിമം പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലാതെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മേ ബി വീണ്ടും നമുക്ക് വേണമെങ്കിൽ റീ എൻറ്റർ ചെയ്യാം. അപ്പോൾ എന്താണ് ഈ ആഴ്ചയിൽ നടന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ ഈ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്തു. 25,000 കോളും 25,000 പുട്ടും. എക്സ്പയറി വരെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് നിൽക്കുമ്പോഴാണ് നമ്മുടെ മാക്സിമം പ്രോഫിറ്റ് കിട്ടുക. എന്നാൽ എക്സ്പയറിയുടെ മുമ്പ് മാർക്കറ്റ് ഈ ഒരു റേഞ്ച് വിട്ട് പോകുന്ന സമയത്ത് മേ ബി നമുക്ക് ലോസ് വന്നേക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ഏകദേശം എവിടെ വരും എന്നുള്ള കാര്യം ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരും. ഒരു റഫായിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സെല്ല് ചെയ്തു. ഇവിടെ സെല്ല് ചെയ്ത സമയത്ത് ഓൾമോസ്റ്റ് ഇതാ ഞാനൊരു ഇമാജിനറി സ്റ്റോപ്പ് ലോസ് ലൈൻ വരയ്ക്കുക. ഒരു ഇമാജിനറി സ്റ്റോപ്പ് ലോസ് ലൈൻ വരയ്ക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് അയക്കാം. അല്ലെങ്കിൽ ഇതാ ഇവിടെ നമ്മളൊരു പുട്ടിൻ്റെ ഒരു ഇമാജിനറി സ്റ്റോപ്പ് ലോസ് വരയ്ക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു ലൈനും കൂടെ കൊടുക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെ ആയിരിക്കാം നമ്മുടെ ഒരു സ്റ്റോപ്പ് ലോസ് ലൈന് വരുന്നത്. ഇത് കൃത്യമായിട്ട് എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ. ഞാനൊരു റഫായിട്ട് വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെ റഫായിട്ട് വരയ്ക്കുന്ന സമയത്ത് ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ലൈന് വരുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ ട്രേഡ് ചെയ്ത് ആദ്യ ദിവസം കൺസോളിഡേറ്റ് ചെയ്തു, രണ്ടാമത്തെ ദിവസം കൺസോളിഡേറ്റ് ചെയ്തു, മൂന്നാമത്തെ ദിവസം കൺസോളിഡേറ്റ് ചെയ്തു. ഇവിടുന്ന് പിന്നെ മാർക്കറ്റ് വൈലന്റ് ആയാലും നമുക്ക് വലിയ പ്രശ്നം വരുന്നില്ല, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവില്ല. എന്നാൽ ആദ്യത്തെ ദിവസം തന്നെ മാർക്കറ്റ് വൈലന്റ് ആയിട്ട് മേ ബി ഇവിടെ ടച്ച് ആവുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് അയക്കാം. അല്ലെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വന്ന് പുട്ട് ഓപ്ഷനിൽ ടച്ച് ആവുകയാണെങ്കിൽ പുട്ടിന്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് അയക്കാം. അപ്പോൾ ആദ്യ ദിവസം നമുക്കൊരു കൺസോളിഡേഷൻ കിട്ടി. രണ്ടാമത്തെ ദിവസം അതായത് സമയം കഴിയും തോറും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യാണ്, ഇങ്ങനെ വൈഡർ ആയിട്ട് വരികയാണ്. സോ അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടെ നമ്മുടെ സ്ട്രാറ്റജിക്ക് ഉണ്ട്. ബട്ട് നമ്മൾ എൻ്റർ ചെയ്ത സ്പോട്ടിൽ തന്നെ മാർക്കറ്റ് ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേ ബി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് അയക്കാം. അപ്പോൾ ഞാനിവിടെ അനലൈസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് നിഫ്റ്റിയുടെ ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടാണ്. നിഫ്റ്റിയുടെ ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇതാ ഈ ഒരു സമയത്ത് ഞാൻ 25,000 കോൾ ഓപ്ഷനും 23,200 പുട്ട് ഓപ്ഷനും സെല്ല് ചെയ്തിരിക്കുകയാണ്. രണ്ടും 10 റുപ്പീസാണ് പ്രീമിയം.
ഇനി മേ ബി മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പുട്ട് ഓപ്ഷൻ പ്രോഫിറ്റിലാവും, കോൾ ഓപ്ഷൻ അപ്പോൾ ലോസിലേക്ക് വരും. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. ഓൾറെഡി മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു റീപ്ലേ ബാറിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിങ്ങനെ ട്രേഡിലേക്ക് എൻ്റർ ചെയ്തു. മാർക്കറ്റ് നമുക്ക് ഫേവർ ആയിട്ട് തന്നെയാണ് ആദ്യത്തെ സമയങ്ങളൊക്കെ ട്രേഡ് ചെയ്ത്, ബട്ട് ചെറിയൊരു ഫാൾ അതിനുശേഷം ട്രേഡിലേക്ക് എൻ്റർ ചെയ്ത ശേഷം മാർക്കറ്റ് അല്പം ഫാൾ ആവാൻ തുടങ്ങി. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലൈനിൽ ടച്ച് ആവുകയാണെങ്കിൽ നമ്മുടെ പുട്ടിന്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, ഈ ഒരു ലൈനിൽ ടച്ച് ആവുകയാണെങ്കിൽ കോളിന്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ വൺസ് ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രേഡ് മേ ബി നമ്മൾ എന്ത് ചെയ്യും, ബാക്കി പൊസിഷൻ എക്സ്പയറി വരെ ഹോൾഡ് ചെയ്തേക്കാം, അല്ല എങ്കിൽ മേ ബി ഫ്രീ ആയ ക്യാപിറ്റൽ റീ എൻട്രി ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോളിന്റെ സ്റ്റോപ്പ് ലോസിന്റെ നിയർ ആയിട്ട് ഓൾമോസ്റ്റ് ഒരു നിയർ ലെവലിലേക്ക് പിന്നെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്തു. ബട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയില്ല. ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസിന്റെ ഒരു ഇമാജിനറി ലൈൻ, അവിടെ ഓൾമോസ്റ്റ് അവിടെ വന്നു. ദെൻ ഇനി അതിനുശേഷം മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുട്ട് സൈഡ് പിന്നെ എന്താ പറയുക, ലോസിൽ നിന്ന് പ്രോഫിറ്റിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ പെട്ടെന്നായിരുന്നു കോൾ സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് വന്നത്. ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് കയറാൻ തുടങ്ങി. ദെൻ പെട്ടെന്ന് രണ്ട് വലിയ ക്യാൻഡിലുകൾ ഫോം ആയി. അങ്ങനെ പെട്ടെന്ന് വലിയ ക്യാൻഡിലുകൾ ഫോം ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കുക, മാർക്കറ്റിൽ ചിലപ്പോൾ പ്രീമിയം വളരെ പെട്ടെന്നായിരിക്കും സ്പൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആൾറെഡി സ്റ്റോപ്പ് ലോസ് ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. കോളിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ എക്സിറ്റ് ക്രൈറ്റീരിയ 20 rupees എത്തുന്ന സമയത്ത് എക്സിറ്റ് ആയിക്കോളൂ എന്ന് വേണ്ട ഒരു ഓർഡർ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സ്പൈക്കിൽ, പെട്ടെന്നുണ്ടായ ഈ ഒരു സ്പൈക്കിൽ നമ്മുടെ കോൾ സൈഡിന്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി. അപ്പോൾ 25,000 എന്ന് പറയുന്ന പൊസിഷൻ ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല. ഓക്കെ, വെറും നമ്മുടെ കയ്യിൽ എന്ത് മാത്രമേ ഉള്ളൂ, പുട്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പുട്ട് ഓപ്ഷനും പുട്ടിന്റെ സ്റ്റോപ്പ് ലോസും മാത്രമേ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലുള്ളൂ. എന്താ മാർക്കറ്റിൽ ഇനി സംഭവിച്ചു നോക്കാം. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, അല്പം കൂടെ മുകളിലേക്ക് മൂവ് ചെയ്ത സമയത്ത് ക്യാപിറ്റൽ ഫ്രീ ആണല്ലോ, ഞാൻ എന്ത് ചെയ്തു, ഫർദർ ഒരു കോൾ ഓപ്ഷൻ കൂടെ സെല് ചെയ്തു. ഇനി മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യില്ല എന്നൊരു കൺവിൻഷൻ എനിക്കുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 25,000 മുമ്പ് സെല് ചെയ്തിരുന്നു. അതിന് പകരം ഞാൻ എന്ത് ചെയ്തു, 25,200 ഒരു കോൾ ഓപ്ഷനും കൂടെ സെല് ചെയ്തു. സെല്ല് ചെയ്യുന്ന സമയത്ത് 10 രൂപ പ്രീമിയം ഉണ്ടായിരുന്നു. ഒരു 200 പോയിന്റും കൂടെ എവേ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ട്രേഡിലും കൂടെ എൻ്റർ ചെയ്തു. ഓക്കെ, അപ്പോൾ ആൾറെഡി ഞാൻ 10 രൂപ അല്ലെങ്കിൽ 10 പോയിന്റ് ലോസ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. ആൾറെഡി ഞാൻ ഇവിടെ 10 പോയിന്റിന്റെ ഒരു സ്റ്റോപ്പ് ലോസ്, ഒരു ലോസ് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. മേ ബി 10 പോയിന്റ് എനിക്കിവിടെ സ്റ്റോപ്പ് ലോസ് കിട്ടി. ഞാൻ എന്ത് ചെയ്തു, 25,200 ഒരു കോൾ ഓപ്ഷനും കൂടെ ഫർദർ സെല് ചെയ്തു. അതിന്റെ സ്റ്റോപ്പ് ലോസ് എവിടെ വരും, അതിന്റെ ഒരു ഇമാജിനറി സ്റ്റോപ്പ് ലോസും കൂടെ ഞാൻ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഡീറ്റെയിൽ ആയിട്ട് ഈ ഇമാജിനറി സ്റ്റോപ്പ് ലോസ് അല്ല, നമുക്ക് കറക്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് എവിടെ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി വരക്കാൻ പറ്റും. ബട്ട് ഞാനിവിടെ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വേണമെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാനിവിടെ ഒരു ഇമാജിനറി സ്റ്റോപ്പ് ലോസ് വരക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഇവിടെ വന്നിട്ട് ഫർദർ ഒരു കോൾ ഓപ്ഷൻ സെല് ചെയ്തു. അതായത് പിന്നെ ചൊവ്വാഴ്ച ദിവസം മാർക്കറ്റ് ബുധനാഴ്ച ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിനെ അനുബന്ധിച്ച് ആ ഒരു സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തു, 25,200 ഒരു പ്രീമിയം 10 രൂപക്ക് സെല് ചെയ്തു. ഇനി നമ്മൾ വിചാരിച്ച പോലെ മാർക്കറ്റ് മൂവ് ചെയ്ത് എന്താ സംഭവിക്കുക, മാർക്കറ്റ് ഇനി ഇങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് എക്സ്പയർ ആയി കഴിഞ്ഞാൽ കോൾ സൈഡിൽ നിന്ന് 10 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും, പുട്ട് സൈഡിൽ നിന്ന് 10 രൂപ പ്രോഫിറ്റ് കിട്ടും. അങ്ങനെ ടോട്ടൽ നമുക്കൊരു 20 rupeesന്റെ പ്രോഫിറ്റ് അവിടെ കിട്ടാനുണ്ട്. ഓക്കെ, 20 rupeesന്റെ പ്രോഫിറ്റ് കിട്ടും. സോ ആൾറെഡി നമ്മളൊരു 10 പോയിന്റിന്റെ സ്റ്റോപ്പ് ലോസിലാണ് ഇരിക്കുന്നത്, 10 പോയിന്റിന്റെ ലോസ് അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇവിടെ നമ്മളൊരു 20 rupeesന്റെ പ്രോഫിറ്റും കൂടെ ക്യാച്ച് ചെയ്യുമ്പോൾ ടോട്ടൽ ഈ ട്രേഡിൽ നിന്ന് നമുക്ക് ഒരു 10 പോയിന്റിന്റെ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, 10 പോയിന്റിന്റെ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ വൺസ് നമ്മളൊരു ട്രേഡിൽ നിന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുമ്പോൾ നമ്മൾ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ ട്രേഡിൽ നിന്ന് ഔട്ട് ആവുന്നില്ല, വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ വെച്ചിട്ട് ഒരു നഷ്ടമല്ലാതെ ട്രേഡിൽ നിന്ന് മാറാം. മെജോറിറ്റി കേസിലും ഒരു നഷ്ടമല്ലാതെ നമുക്ക് ട്രേഡിൽ നിന്ന് മാറാം. അതല്ല, നമ്മൾ കുറച്ചും കൂടെ റിസ്ക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോളും കൂടെ സെല് ചെയ്യണം. നമ്മൾ വിചാരിച്ച പോലെ മാർക്കറ്റ് ഇനി ഒരു കൺസോൾട്ടേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആവും. അപ്പോൾ ടോട്ടൽ ഞാൻ എൻ്റെ 20 പോയിന്റ് കളക്ട് ചെയ്യാന്ന് പറയുമ്പോൾ 20 പോയിന്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രേഡിലേക്ക് ഞാൻ വന്നത്. അങ്ങനെ 20 പോയിന്റ് കളക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ ഡിപ്ലോയ് ചെയ്യുന്ന ക്യാപിറ്റലിന് പുറത്ത് ഓൾമോസ്റ്റ് ഒരു 1% പ്രോഫിറ്റ് ആണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വൺസ് ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ട് ഞാൻ ട്രേഡ് അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ മേ ബി എനിക്ക് എന്ത് ചെയ്തേക്കാം, എനിക്ക് ചിലപ്പോൾ ആ ഒരു ട്രേഡ് അവസാനിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ലാഭമോ നഷ്ടമോ ഇല്ലാതെ ട്രേഡിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. ഓക്കെ, ഞാൻ കുറച്ചും കൂടെ റിസ്ക് എടുത്തിട്ട് ഒരു ഫർദർ കോളും കൂടെ സെല് ചെയ്തു. അങ്ങനെ ഒരു ഫർദർ കോള് കൂടെ സെല് ചെയ്യുകയാണെങ്കിൽ മേ ബി ഇനി
സെല്ല് ചെയ്ത ശേഷം എനിക്ക് മാർക്കറ്റിന്റെ ഫേവർ ആയിട്ട് പോവുകയാണെങ്കിൽ എനിക്കൊരു 0.5% പ്രോഫിറ്റ് കിട്ടും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ ട്രേഡിലേക്ക് വന്നത് 1% ക്യാച്ച് ചെയ്യാനാണ്. നമ്മുടെ ക്യാപിറ്റലിനെ ഡിപ്ലോയ് ചെയ്യുന്ന ക്യാപിറ്റലിന് പുറത്ത് 1% ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രേഡിലേക്ക് വന്നത്. ട്രേഡ് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോയപ്പോൾ നമ്മൾ ഒരു നഷ്ടം പോലും സഹിക്കാതെ സീറോ, മെജോറിറ്റി കേസിൽ കേട്ടോ, മാർക്കറ്റ് ഒരു സിഗ്സാഗ് ആയിട്ടൊക്കെ മൂവ് ചെയ്യുകയാണെങ്കിൽ മേ ബി ഇതിൽ ലോസ് വന്നേക്കാം, വാട്ടവർ. മാക്സിമം പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി കഴിഞ്ഞാൽ മെജോറിറ്റി കേസിലും സീറോ ലോസിൽ ട്രേഡ് അവസാനിപ്പിക്കുന്നു. കുറച്ചും കൂടെ റിസ്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 0.5% ലോസിലേക്ക് പ്രോഫിറ്റിലേക്ക് എത്തിക്കുന്നു. വൺസ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായ നമ്മുടെ ട്രേഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്ട്രാ ഒരു ട്രേഡ് കൂടെ ആഡ് ചെയ്തിട്ട് 0.5%ലേക്ക് എത്തിക്കാൻ നോക്കുന്നു. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത് നമുക്ക് നോക്കാം. ഇനി ഇങ്ങനെ സെല്ല് ചെയ്തതിന് ശേഷം എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചത് നോക്കാം. ഞാനിവിടെ റീപ്ലൈ ചെയ്യുന്നു. നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഒരു ചെറിയ ഫ്ലാറ്റ് ആയിട്ടാണ് ഓപ്പൺ ചെയ്തത്. ആ സമയത്ത് തന്നെ ഇവിടുത്തെ പ്രീമിയം പ്രോഫിറ്റ് ആയിട്ടുണ്ട്. പുട്ടും പ്രോഫിറ്റിലാണ്, ഇപ്പോൾ കോളും പ്രോഫിറ്റിലാണ്. ദെൻ നെക്സ്റ്റ് ഡേ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയാണ് ട്രേഡ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഡേ ഓൾമോസ്റ്റ് ഒരു കൺസോൾട്ടേഷൻ വന്നു തോന്നുന്നു. ഞാൻ സ്പീഡ് കുറച്ച് കൂട്ടാൻ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ മാർക്കറ്റിൽ എന്ത് ചെയ്തു, 15-minute ടൈം ഫ്രെയിം ചാർട്ടാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഡേ മാർക്കറ്റിൽ ഒരു കൺസോൾട്ടേഷൻ വന്നു. ഓക്കെ. പിന്നെ അടുത്ത ദിവസം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ലൈൻ, നമ്മുടെ ഇമാജിനറി സ്റ്റോപ്പ് ലോസ് ലൈൻ എന്ത് ചെയ്യും, അതിങ്ങനെ അപ്സൈഡിലേക്ക് മൂവ്മെന്റ് നടത്തുന്നുണ്ടാവും. നമ്മുടെ പൊസിഷൻ കുറേ സേഫർ ആയിട്ട് മാറും. നമ്മൾ ട്രേഡിലേക്ക് എൻ്റർ ചെയ്ത സമയത്ത് നമുക്കൊരു ബ്രേക്ക് ഓൺ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു 1% അപ്സൈഡിലേക്ക് 1% ഡൗൺ സൈഡിലേക്കും ഒക്കെ ആയിരിക്കും. എന്നാൽ ട്രേഡ് ഇങ്ങനെ മൂവ് തോറും നമുക്ക് എന്തായിരിക്കും, നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു സ്റ്റോപ്പ് ലോസിന്റെ ആ ഒരു ലൈന് നമ്മുടെ സ്പോട്ട് പ്രൈസിൽ നിന്ന് ഒരുപാട് എവേ ആയിട്ട് പോകും. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ഡേ മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു ചെറിയ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. ദെൻ അതിനുശേഷം വലിയൊരു എന്താ പറയുക, നമ്മുടെ പൊസിഷനെ എഫക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ഒന്നും വന്നില്ല. മാർക്കറ്റ് സമാധാനമായിട്ടാണ് മൂവ്മെന്റ് നടത്തിയത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ലൈൻ ഇതാ ഇവിടെയാണ്. ഇനി ഇവിടുന്ന് മേ ബി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ, ഈ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ ട്രേഡ് ഔട്ട് ആവും. ബട്ട് ചാൻസസ് ആർ വെരി ലെസ്. അങ്ങനെ ഒരു വലിയ ഫാൾ വരാനുള്ള ചാൻസ് കുറവാണ്. ദെൻ നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് എളുപ്പം താഴേക്ക് വന്നു. ബട്ട് അതിനുശേഷമൊക്കെ നമ്മുടെ പൊസിഷൻ സേഫ് ആട്ടോ. നമ്മൾ വളരെ സേഫസ്റ്റ് പൊസിഷനെ ആയിട്ടുണ്ടാവും. കാരണം ടൈം ഡിക്കെ നമുക്ക് ഇവിടെ ഫേവർ ആയിട്ട് മാർക്ക് ചെയ്യും. ഇവിടെ ഡെൽറ്റ അല്ലെങ്കിൽ മാർക്കറ്റ് നമുക്ക് ഈ പുട്ട് ഓപ്ഷൻ അഗെയിൻസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിലും ഇവിടെ ടൈം ഡിക്കെ നമുക്ക് ഫേവർ ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ അന്ന ദിവസം ട്രേഡ് അവസാനിച്ചിട്ട് നെക്സ്റ്റ് ഡേ വീണ്ടും ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. ബട്ട് 10 രൂപക്ക് സെല് ചെയ്ത പ്രീമിയം ഇപ്പോൾ 1 രൂപ 2 രൂപയ്ക്ക് എത്തിയിട്ടുണ്ടോ. അങ്ങനെ നെക്സ്റ്റ് ഡേ ഇവിടെ ആവുന്നതോട് കൂടിയിട്ട് എന്തായി, മാർക്കറ്റ് ഈ എക്സ്പയറി ഡേയിലേക്ക് എത്തുന്നതോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു ട്രേഡിൽ ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള മാർജിൻ കൂടും. ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മാർജിൻ കൂടും. സോ ആ സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു പൊസിഷൻ എക്സിറ്റ് ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ കോൾ ഓപ്ഷൻ വളരെ സേഫാണ്. അപ്പോൾ മേ ബി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ കോൾ ഓപ്ഷൻ എക്സിറ്റ് ചെയ്യാം. 10 രൂപക്ക് സെല് ചെയ്തിട്ടുള്ള ഈ പ്രീമിയം ഇപ്പോൾ 50 പൈസ 60 പൈസ ഒക്കെ എത്തിയിട്ടുണ്ടാവും. ദെൻ അപ്പോൾ നമുക്ക് ട്രേഡ് എക്സിറ്റ് ചെയ്യാം. പുട്ട് വേണമെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം. പുട്ടിൽ കുറച്ചും കൂടെ പ്രോഫിറ്റ് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ പുട്ട് കൂടെ ഹോൾഡ് ചെയ്യാം. വാട്ടവർ. ഒന്നെങ്കിൽ നമുക്ക് 2 ട്രേഡും അറ്റ് എ ടൈം എക്സിറ്റ് ചെയ്തിട്ട് അടുത്ത വീക്കിലേക്കുള്ള ട്രേഡിലേക്ക് പോകാം. അല്ല എങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു പൊസിഷൻ വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. ഞാൻ നോർമലി ചെയ്യാറുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രേഡ് എക്സിറ്റ് ചെയ്ത് കളയും. എന്നിട്ട് എക്സ്പയറി ഡേയിൽ വന്നിട്ട് ഒരു സ്പെഷ്യൽ അടുത്തൊരു ഷോർട്ട് സ്ട്രാങ്കിൾ കൂടെ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ എക്സ്ട്രാ ഒരു പ്രോഫിറ്റ് കൂടെ ജനറേറ്റ് ചെയ്യാനായിട്ട് നോക്കാറാണ് പതിവ്. സോ എക്സ്പയറി ഡേയിൽ മാർക്കറ്റ് കുറച്ച് ബെയറിഷ് ആയിട്ട് മൂവ്മെന്റ് നടത്തിയെങ്കിലും നമ്മുടെ പൊസിഷൻ എന്തായി, എക്സ്പയറി വരെ ഹോൾഡ് ചെയ്യുകയാണെങ്കിലും പ്രോഫിറ്റ് ഇല്ല. അപ്പോൾ മാർക്കറ്റിൽ ഓപ്ഷൻ സെല്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് ഷോർട്ട് സ്ട്രാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് ഇവിടെ കയ്യിലുള്ള ക്യാപിറ്റൽ മൊത്തം ഡിപ്ലോയ് ചെയ്യല്ല. എൻ്റെ ക്യാപിറ്റലിനെ പല ഭാഗങ്ങളാക്കി മാറ്റിയിട്ട് നിഫ്റ്റിയിലേക്ക് സംതിങ് ക്യാപിറ്റൽ, ദെൻ സെൻസെക്സിലേക്ക് കുറച്ച് ക്യാപിറ്റൽ അലോക്കേറ്റ് ചെയ്യും. അങ്ങനെ വ്യക്തമായിട്ടുള്ള ഒരു മണി മാനേജ്മെന്റ് ഒക്കെ ഉണ്ട്. നെയ്ക്കഡ് കാൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനുമാണ് ഓവർനൈറ്റിൽ ഹോൾഡ് ചെയ്യുന്നതെങ്കിലും മാർക്കറ്റിലെ ഗ്യാപ്പ് അപ്പ് ഗ്യാപ് ഡൗൺ വന്നു കഴിഞ്ഞാൽ പോലും വലിയ നഷ്ടത്തിലേക്ക് മൂവ്മെന്റ് വരാതിരിക്കാൻ തരത്തിൽ പൊസിഷൻ സൈസ് ചെയ്തിട്ട് മണി മാനേജ്മെന്റ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലിങ്ങിന് അറൗണ്ട് സംതിങ് ഒക്കെ പഠിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. അതല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഫ്രം ബേസിക് മുതൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻട്രി ഫിൻ അക്കാദമിയുടെ കോഴ്സുകൾ അവൈലബിൾ ആണ്. ഞാൻ അതിലൊരു മെന്റർ കൂടെയാണ്. സോ ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുക്കാം. കൂടുതൽ എൻക്വയറി നിങ്ങൾക്ക് അതിലൂടെ നേടാവുന്നതാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഇപ്പം നിഫ്റ്റിയുടെ ട്രേഡ് എക്സിറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക, അടുത്ത വീക്കിലേക്കുള്ള നിഫ്റ്റിയുടെ ട്രേഡ് റൺ ചെയ്യും. പാരലലി സെൻസെക്സിന്റെ ട്രേഡ് അവിടെ ഹോൾഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ
പൊസിഷൻസ് ഒക്കെ എങ്ങനെ മാനേജ് ചെയ്തു അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.